ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. 3 ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊട്ട് മുന്നുള്ള ചാപ്റ്ററിൽ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ ബോണ്ടിങ്. നെക്സ്റ്റ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ എന്താണ് കെമിക്കൽ ബോണ്ടിങ് നോക്കാം. When two atoms of same or different elements combine to form a bond between two, the bond is called chemical bonding. അപ്പോൾ ഒരേപോലെയുള്ള എലമെൻസിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ ആറ്റംസ് തമ്മിൽ, രണ്ട് പേര് തമ്മിൽ എന്താണ് അവരൊരു ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ വാലന്റ് ഫോഴ്സ് ബോണ്ട്. ഇലക്ട്രോ വാലന്റ് ബോണ്ട്. An electrovalent bond is formed when one or more electrons are transferred from one atom to another atom. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന ബോണ്ട് അതിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ട്, അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് എന്ത് പറയുക? ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോക്കാനുള്ളൊരു കാര്യമാണ് വാലൻസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണൊക്കെ എന്താണെന്ന്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ആറ്റത്തിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് എന്ത് പറയുക? വാലൻസ് ഷെല്ലെന്ന് പറയുക. അവിടെയുള്ള ഇലക്ട്രോണുകളാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയാം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ആറ്റവും എന്ത് ചെയ്യുന്നത്? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഏത് ടൈപ്പ് ബോണ്ടായിക്കോട്ടെ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാലൻസ് ഷെല്ലിൽ എന്ത് വേണം? 8 ഇലക്ട്രോണുകളാക്കാൻ. ഇപ്പോൾ ഒരു 3 ഇലക്ട്രോണുകളുള്ള ആൾ എന്ത് ചെയ്യും? 5 ഇലക്ട്രോണുകളെ വാങ്ങുകയല്ല ചെയ്യാം. അപ്പം അതിനൊരു കണ്ടീഷനുണ്ട്. ബാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾക്ക് താഴെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഇലക്ട്രോണുകളെ വിട്ട് കൊടുത്തിട്ട് അതിന് തൊട്ട് മുന്നുള്ള ഷെല്ല് എന്തായിരിക്കും? 8 ഇലക്ട്രോണുകൾ ഫില്ലായിരിക്കും. ആ 8 ഇലക്ട്രോണുകളുമായിട്ട് അവർ ഓക്കെ ആയിട്ട് അവിടെ ഇരിക്കും. വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾക്ക് താഴെയാണെങ്കിൽ 1, 2, 3 ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഇലക്ട്രോണുകൾ അവർ വേറൊരു ആറ്റത്തിന് വിട്ട് കൊടുത്തിട്ട് അവർ ഓൾറെഡി അതിന് തൊട്ട് മുന്നുള്ള ഇലക്ട്രോണിൽ ഫില്ലായിരിക്കും. ആ ഫില്ലായിട്ടുള്ള 8 ഇലക്ട്രോണുകളായിട്ട് അവർ ഓക്കെ ആയിട്ട് അവിടെ ഇരിക്കും. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളെക്കാളും കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ കുപ്പ 5 വെച്ച് കഴിഞ്ഞാൽ എത്ര വേണം, 8 എത്ര വേണം എന്ന് നോക്കും. അത്രയും ഇലക്ട്രോണുകളെ മറ്റുള്ള ആറ്റങ്ങളിൽ നിന്ന് അവർ വാങ്ങിയിട്ട് 8 അവർ ഓക്കെ ആയിട്ടിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വാലൻസ് ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണേക്കാളും കൂടുതലാണെങ്കിൽ 4 ഇലക്ട്രോണേക്കാളും കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും? 8 എത്ര വേണം അത്രയും ഇലക്ട്രോണുകളെ മറ്റുള്ള ആറ്റംസിൽ നിന്ന് അവർ വാങ്ങിയിട്ട് അവിടെ 8 ഇലക്ട്രോണുകളെ പൂർത്തിയാക്കിയിട്ട് ഓക്കെ ആയിട്ടിരിക്കും. അപ്പോൾ 5 ആണെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്തുനിന്ന് 3 വാങ്ങും. 6 ആണെങ്കിൽ 2 കൂടെ വാങ്ങും. 7 ആണെങ്കിൽ 1 കൂടെ വാങ്ങും. ഇനി 4 ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 4 ഇലക്ട്രോണുകളെ കൊടുക്കുകയോ 4 ഇലക്ട്രോണുകളെ വാങ്ങുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇലക്ട്രോണുകളെ കൊടുക്കാനായിട്ട് ഒരുപാട് എനർജി ആവശ്യമാണ്. അപ്പോൾ അവർക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി 4 ഇലക്ട്രോണുകളെ വാങ്ങാനാണെങ്കിൽ 4 ഇലക്ട്രോണുകളുടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മൊത്തം സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വരും. അതായത് അവരുടെ പോസിറ്റീവ് ചാർജ് കൂടും. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ആറ്റത്തിൻ്റെ ആ ന്യൂട്രലൈസ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും. അതുകൊണ്ട് അവർക്ക് വാങ്ങാനും പറ്റില്ല. അപ്പോൾ 4 ഇലക്ട്രോണുള്ള ആൾക്കാരെന്താ ചെയ്യുക? അവരെപ്പോഴും ആ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. ഭാഗികമായിട്ട് കൊടുക്കും, ഭാഗികമായിട്ട് വാങ്ങും. അങ്ങനെ അവരെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ 8 അവർ നിലനിർത്താണ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ബോണ്ടിങ്ങിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് ഷെല്ല് എന്താണ്? വാലൻസ് ഇലക്ട്രോൺ എന്താണ്? അപ്പോൾ വാലൻസ് ഷെല്ലിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ബോണ്ടിങ്ങിന് മുന്നേ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബോണ്ടിങ് എന്താണെന്ന് കണ്ടു. ഒരേ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ആറ്റംസ് തമ്മിൽ എന്ത് ചെയ്യുക? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയും. രാസപ്രവർത്തനത്തിലൂടെ അവരെന്ത് ചെയ്യുക? കണക്റ്റഡ് ആവാം. ഇനി ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 ഇലക്ട്രോണുകളാണ് വാലൻസ് ഷെല്ലിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ 3 ഇലക്ട്രോണുകളെ കൊടുക്കും. മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇതാണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബോണ്ടുകൾ നമ്മൾ അയണിക് ബോണ്ടുകൾ എന്ന് പറയും. അയണിക് ബോണ്ടുകൾ എന്ന് പറയാനുള്ള കാരണം അവിടെ ആറ്റംസിന് ചാർജ് കിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം ക്ലോറിനും, ഇപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. 11 അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അവിടെ നിൽക്കുന്നുണ്ട്. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും കൂടെ വേണം. അതായത് 7 ഇലക്ട്രോണാണുള്ളത്. സോഡിയത്തിന് 1 ഇലക്ട്രോൺ അധിക ബാധ്യതയാണ്, ക്ലോറിനാണെങ്കിൽ 1 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യും. സോഡിയം 1 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും, ക്ലോറിന് കൊടുക്കും. അപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോൺ ആവും, സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോൺ ആവും. അപ്പോൾ ഇതൊരു ഇലക്ട്രോ വാലൻ്റ് ബോണ്ട്, അല്ലെങ്കിൽ ഇനി നമുക്ക് പറയുന്ന പേരാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ചാർജ് വരും. സോഡിയം 1 ഇലക്ട്രോണെ കൊടുത്തത് കൊണ്ട് സോഡിയത്തിന് പോസിറ്റീവ് ചാർജും, ക്ലോറിനായ 1 ഇലക്ട്രോണെ വാങ്ങിയത് കൊണ്ട് ക്ലോറിനൊരു നെഗറ്റീവ് ചാർജും, കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും, ലൂസ് ചെയ്യുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും, വാങ്ങുന്ന ആൾക്ക് ഗെയിൻ ചെയ്യുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കൽ വാങ്ങുകൾ മൂലം അവർക്ക് ചാർജ് ഫോം ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ബോണ്ടിങ്ങിന് എന്ത് പറയാം, അയണിക് ബോണ്ട് എന്ന് പറയാം. ഇനിയുള്ളത് കോർഡിനേറ്റ്സ് കോവാലന്റ് ബോണ്ട്. കോർഡിനേറ്റ്സ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഷെയറിങ്, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ പെയേഴ്സിന് എന്ത് ചെയ്യുക, അവർ ഷെയർ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നില്ല, അവരെന്താണ് ആ ഇലക്ട്രോണുകൾ 2 ആറ്റംസ് ഷെയർ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് എന്ത് പറയുക, കോർഡിനേറ്റ്സ് കോവാലന്റ് ബോണ്ട് എന്ന് പറയാം. ഇനി നോക്കാനുള്ളത് ഡൈപോൾ മൊമെൻ്റ് എന്താണെന്നുള്ളതാണ്. ഡൈപോൾ മൊമെൻ്റ് ഇപ്പോൾ ഈ കോവാലന്റ് ബോണ്ടിങ് നടക്കുന്ന സമയത്ത്, അതായത് ഷെയറിങ് നടക്കുന്ന സമയത്ത് അവിടെ എന്താണ്, ചാർജിൻ്റെ ചെറിയൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അവരങ്ങനെ ചാർജ്ഡ് ആവുന്നില്ല, പക്ഷെ എന്താണ്, അവർക്കൊരു ചാർജ് സെപ്പറേഷൻ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ HCl അതൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ കൊടുക്കുന്നൊന്നുമില്ല, പൂർണ്ണമായിട്ടും കൊടുക്കുന്നില്ല, പക്ഷെ എന്താണ് അവിടെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഹൈഡ്രജന് ഒരു ചെറിയ പോസിറ്റീവ് ചാർജും ക്ലോറിനൊരു നെഗറ്റീവ് ചാർജും അവിടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ചാർജ് സെപ്പറേഷൻ, 2 ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജ് വിത്ത് എ സ്മോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, 2 ആറ്റംസ് തമ്മിൽ എന്താണ്, ഒരു ചാർജിൻ്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി പോളാർ കോവാലന്റ് ബോണ്ട്. പോളാർ കോവാലന്റ് ബോണ്ട് മറ്റൊരു ബോണ്ടാണ്. ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ, അതായത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, ഒരുപാട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള 2 ആറ്റംസ് തമ്മിൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, ഭാഗികമായിട്ട് അവർക്കൊരു പാർഷ്യലായിട്ടുള്ള ഒരു ചാർജ് അവർക്ക് ശരിക്കും ഫോം ആവുന്നുണ്ട്. കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടിൽ എന്താണ്, കംപ്ലീറ്റ് അവർ ഷെയറിങ് ആണ് നടക്കുന്നത്. പോളാർ എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും അവിടെ ഒരു പാർഷ്യൽ ചാർജ് അവർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുക, പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂൾസിൻ്റെ കേസിലൊക്കെ എന്താണ്, പൊളാറാണ്. വാട്ടർ മോളിക്യൂൾസ് പൊളാർ കോമ്പൗണ്ടാന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ പൊളാറാണ്. അവർക്കൊരു ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് കോവാലന്റ് ബോണ്ടിൻ്റെ പാരാമീറ്റേഴ്സാണ്. കോവാലന്റ് ബോണ്ട് പാരാമീറ്റേഴ്സിൽ ഒന്നാമത്തത് ബോണ്ട് ഓർഡറാണ്. അതായത് എത്ര പെയർ ഇലക്ട്രോണുകൾ അവർ ഷെയർ ചെയ്യുന്നു. ഒരു പെയർ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സിംഗിൾ ബോണ്ട്, 2 പെയറാണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 പെയറാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അതാണ് ബോണ്ട് ഓർഡർ വരുന്നത്. ഇനി ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് അവരിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ 2 ആറ്റംസിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് പറയുക, ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ കോവാലന്റ് ബോണ്ടാണ്. അവർ പല ഷേപ്പിൽ, ടെട്രാഹെഡ്രലോ അല്ലെങ്കിൽ എന്താണ് പിരമിഡലോ ഒക്കെ ആയിട്ട് പല രീതിയിൽ അവരെന്ത് ചെയ്യാം, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് വരുമ്പോൾ അവർക്ക് ഷേപ്പ് വരും. അപ്പോൾ അവിടെ വരുമ്പോൾ ആറ്റംസ് തമ്മിലുള്ള അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് എന്ത് പറയുക, ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്, ഇപ്പോൾ 2 ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു.
അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്ര എനർജി ആവശ്യമുണ്ട്, ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എത്ര എനർജി ആവശ്യമുണ്ട് എന്നുള്ളതാണ് എന്ത് ബോണ്ട് എൻതാൽപ്പി. ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് എനർജി മതി, ഡബിൾ ബോണ്ട് ആണെങ്കിലോ ഡബിളാണ് അല്ലേ, അപ്പോൾ ഇവിടത്തേനേക്കാളും കൂടുതൽ എനർജി ആവശ്യമാണ്. ട്രിപ്പിൾ ആണെങ്കിലോ കുറച്ചും കൂടെ കൂടുതൽ എനർജി അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് എന്ത് കോവാലന്റ് ബോണ്ടിൻ്റെ പാരാമീറ്റേഴ്സ്. ഇനി നോക്കാനുള്ളത് VSEPR തിയറിയാണ്. VSEPR തിയറി എന്ന് പറയുമ്പോൾ കോവാലന്റ് ബോണ്ടിനെ വെച്ചിട്ടാണ്. അപ്പോൾ കോവാലന്റ് ബോണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന ടൈമിൽ അതിവിടെ വേറെ നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ലോൺ പെയറും ബോണ്ട് പെയറും. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നവരെയാണെന്ന് പറയുക ബോണ്ട് പെയർ, ഷെയർ ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രോൺസിനെയാണെന്ന് പറയുന്നത് ബോണ്ട് പെയർ. ലോൺ പെയർ എന്ന് പറയുന്നത് അങ്ങനെ ഷെയർ ചെയ്യാതെ നിൽക്കുന്ന ഇലക്ട്രോണുകളാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഷെയറിങ്ങിൻ്റെ സമയത്ത് ഒരു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസുകൾ അറേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്, അവരുടെ മാക്സിമം അവരുടെ റിപ്പൽഷൻ കുറച്ചുകൊണ്ടാണ്. എങ്ങനെ റിപ്പൽഷൻ കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുക, ആ ഇലക്ട്രോൺസുകളെ അറേഞ്ച് ചെയ്യുക. ഇനി ആ റിപ്പൽഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് രണ്ട് ലോൺ പെയറുകൾ, ഇപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെയും ആ ഒരു ആറ്റത്തിൻ്റെയും രണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിനേക്കാൾ റിപ്പൽഷൻ കുറവാണ് ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും തമ്മിലുണ്ടാവുക. ഇനി രണ്ട് ബോണ്ട് പെയർ തമ്മിൽ എന്താണ് റിപ്പൽഷൻ വളരെ കുറവായിരിക്കും. ഇതാണ് ആ റിപ്പൽഷൻ്റെ ഓർഡർ. ലോൺ പെയർ കൂടുതൽ, ലോൺ പെയറും ബോണ്ട് പെയറും അതിനേക്കാളും കുറവ്, ഏറ്റവും കുറവ് എന്താണ് ബോണ്ട് പെയർ. അപ്പോൾ ഇതാണ് എന്ത് VSEPR തിയറി എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇതിൽ എങ്ങനെയാണ് നമുക്ക് കോവാലന്റ് ബോണ്ടും അതുപോലെ തന്നെ ഇലക്ട്രോ വാലന്റ് ബോണ്ട്, അയണിക് ബോണ്ടൊക്കെ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണ് NaCl ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് CH3 ഫോം ചെയ്യുന്നത്, H2O ഫോം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്താണ് ലോൺ പെയർ, ബോണ്ട് പെയർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ബോണ്ട്, ഡിഫൈൻ കെമിക്കൽ ബോണ്ട്, ഡിഫൈൻ കോവാലന്റ് ബോണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെയാണ് ഇതിന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഫോം ചെയ്യണമെന്നും കൂടെ നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുള്ള ഇലക്ട്രോ വാലന്റ് ഫോഴ്സ്. അപ്പോൾ നോക്കിയാൽ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യണമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 8, 1. ക്ലോറിൻ്റെ ആണെങ്കിൽ 2, 8, 7. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതിൻ്റെ 8 ഔട്ടർമോസ്റ്റ് ഷെൽ 8 ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അത് സ്റ്റേബിൾ ആയിരിക്കുമല്ലോ. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോണും കൂടെ ആവശ്യമാണ്. ഒരു ഇലക്ട്രോണെ വാങ്ങുകയാണ് 7 ഇലക്ട്രോണെ കൊടുക്കുന്നതിനേക്കാളും അതിന് എളുപ്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സോഡിയത്തിൻ്റെ കൂടുതലുള്ള ഒരു ഇലക്ട്രോണെ ക്ലോറിൻ വാങ്ങും. അപ്പോൾ സോഡിയം കൊടുത്തത് കൊണ്ട് സോഡിയം എന്തായി, പോസിറ്റീവ് ചാർജായി. ക്ലോറിൻ വാങ്ങിയത് കൊണ്ട് നെഗറ്റീവ് ചാർജായി. ഇപ്പോൾ ഒരു ഇലക്ട്രോണുകളെയാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഇലക്ട്രോണെ കൊടുത്തത് കൊണ്ട് ഒരു ചാർജ്. ഇപ്പോൾ 2 എണ്ണം പോയിട്ടുണ്ടെങ്കിൽ എന്താണ് 2+ ആവും. അപ്പോൾ 2- അങ്ങനെയായിട്ട് വരും. ഒരെണ്ണം കൊടുത്തത് കൊണ്ട് നമ്മൾ ഒരു പ്ലസ്, അപ്പോൾ നമ്മൾ 1 എന്നുള്ള നമ്പർ എഴുതാറില്ല, പ്ലസ്. അപ്പോൾ ഇവിടെ 2, 8 ആയി, ഇവിടെ 2, 8, 8 ആയി. അങ്ങനെ നമുക്ക് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തു. അപ്പോൾ ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ട്രാൻസ്ഫറിനെ നമ്മൾ ഡോട്ടുകൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ നമ്മൾ ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ സ്ട്രക്ചറാണ് എന്ത്, ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഡിയത്തിന് 1 ഇലക്ട്രോൺ, ക്ലോറിന് 7 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഇത് സോഡിയത്തിന് കൊടുത്തു. കണ്ട, സോഡിയത്തിന് 1 ഇലക്ട്രോൺ ഇത് വാങ്ങിയത് കണ്ടില്ലേ, വേറെ ഷേപ്പിൽ ഞാൻ വരച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജും ഇവിടെ മൈനസ് ചാർജും. ഇതിനെയാണ് എന്ത് പറയുക, നമ്മൾ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുക. ഇവർ അയോണുകളായിട്ട് ഫോം ചെയ്യുന്നത് കൂടി ഇതിനെ എന്തെന്ന് പറയാം, അയോണിക് ബോണ്ട് എന്നും കൂടെ പറയാം. അയോണിക് ബോണ്ട് എന്നും കൂടെ നമുക്കിതിനെ പറയാം. ഇനി നോക്കിയാൽ കോവാലന്റ് ബോണ്ട്, അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ നോക്കുക. ഇപ്പോൾ N2 അല്ലെങ്കിൽ നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, 2, 5. അപ്പോൾ 2 നൈട്രജൻ മോളിക്യൂൾസ് ആയിട്ടാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നൈട്രജൻ ഇതുപോലെയാണെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും എന്ത്, തൊട്ടപ്പുറത്ത് നൈട്രജൻ ഉണ്ടായിരിക്കുക. അപ്പോൾ 2, 5, 2, 5. അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. എങ്ങനെ ഷെയർ ചെയ്യും, 3 പേർ ഇലക്ട്രോണുകൾ അവർ ഷെയർ ചെയ്യും. 3 പേർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുമ്പോൾ എന്തായി,
ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന് 8 ഇലക്ട്രോണുകളായി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഇങ്ങനെ വരച്ചാൽ ഈ നൈട്രജനും 8 ഇലക്ട്രോണുകൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആയി. ഇപ്പോൾ അതുപോലെ CH4 ഫോം ചെയ്തിരിക്കുന്നത് നോക്ക്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പറാണ്, അത് 6 ആണ്. ഹൈഡ്രജൻ്റെ 1 ആണ്. ഈ ഒരെണ്ണം ഹൈഡ്രജന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കാർബണെ സംബന്ധിച്ചിടത്തോളം 4 എണ്ണമാണുള്ളത്, ഇതിന് 4 എണ്ണം വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ കാർബൺ 4 ഹൈഡ്രജനായിട്ട് ഇതുപോലെ ബോണ്ട് ചെയ്യും. ഇപ്പോൾ വരച്ചിരിക്കുന്നുണ്ടില്ലേ, ഹൈഡ്രജന് ഈ കാർബണിൻ്റെ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കൂടെ വരുമ്പോൾ ഹൈഡ്രജന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതായത് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ആവശ്യം, ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ആവശ്യം. അപ്പോൾ ഹൈഡ്രജൻ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ ആയി. ഈ ഹൈഡ്രജനും 2 എണ്ണം, ഈ ഹൈഡ്രജൻ 2 എണ്ണം, ഈ ഹൈഡ്രജനും 2 എണ്ണം. കാർബണെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കാർബണിൻ്റെ സ്വന്തമായിട്ടുള്ള 4 ഇലക്ട്രോണുകളും ഹൈഡ്രജനുകൾ 4 ഹൈഡ്രജനുകൾ ഷെയർ ചെയ്ത ഓരോ ഇലക്ട്രോണുകൾ, അങ്ങനെ 8 ഇലക്ട്രോണുകൾ കൊണ്ട് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും എന്തായി, ബാലൻസ് ആയിട്ട് മാറി. അപ്പം ഇങ്ങനെയാണ് 2 ടൈപ്പ് ബോണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്സിൽ ക്വസ്റ്റ്യൻസ് വരാം, അതല്ലാതെ നമുക്ക് ഡെഫിനിഷൻ പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പിന്നെ ഇതുപോലെ വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.